നമ്മളൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ കോഴിക്ക് കൊടുക്കാറുണ്ടല്ലേ? ഇന്ന് ഞങ്ങൾ പച്ചക്കറി വേസ്റ്റിന് പകരം പച്ചക്കറി തന്നെ കോഴിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പച്ചക്കറി വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് നെറ്റി ചുളിച്ചേക്കാം. മനുഷ്യന് തിന്നാൻ വേണ്ട പച്ചക്കറിയാണ് നമ്മളിങ്ങനെ കോഴിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഗൾഫിലെ പ്രശ്നങ്ങൾ കാരണം ചില പച്ചക്കറികൾക്കൊക്കെ ഇപ്പം നല്ല വിലക്കുറവാണ്. ഗൾഫില്ലെങ്കിൽ പിന്നെ കേരളം വെറും വട്ടപ്പൂജ്യമാണ്. എന്തായാലും ഞങ്ങൾ 5 കിലോ കുമ്പളവും 5 കിലോ തക്കാളിയും വാങ്ങിച്ചു 100 രൂപയ്ക്ക്. ഞങ്ങളിവിടെ കുമ്പളം ഇളവൻ എന്നൊക്കെ പറയും. 1 കിലോ കുമ്പളം 10 രൂപയ്ക്ക് വിൽക്കാമെന്നൊക്കെ പറയുമ്പോൾ കൃഷിക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി കോഴിത്തീറ്റയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1 കിലോ കോഴിത്തീറ്റയ്ക്ക് 30 മുതൽ 40 രൂപ വരെ കൊടുക്കണം. ഏറ്റവും വില കുറഞ്ഞ കോഴിത്തീറ്റ വാങ്ങിയാൽ പോലും നമുക്ക് 3 കിലോ കോഴിത്തീറ്റയെ 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റൂ. അവിടെയാണ് നമ്മൾ കോഴിക്ക് 10 കിലോ പച്ചക്കറി വാങ്ങി കൊടുക്കുന്നത്. ഒരേ സമയം ഒരു കോഴി കൃഷിക്കാരനും പച്ചക്കറി കൃഷിക്കാരനും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ നേരിടുക എന്നുള്ളതേ നമ്മളെ കയ്യിലുള്ളൂ. ഇപ്പോൾ വില കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി കോഴിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല വഴി. അതേപോലെ ഇപ്പോൾ ഇവിടെ നല്ല വേനലാണ്. ആ സമയം കോഴിയുടെ ശരീരം തണുക്കാൻ പറ്റിയ നല്ല പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കോഴിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നിർത്തും. എന്തായാലും കോഴികൾ നല്ല രീതിയിൽ തന്നെ ഈ പച്ചക്കറികളൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചക്കറി വില കൂടിയാലും സാരമില്ല, യുദ്ധമൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്നും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും ആളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ എന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ കോഴിയെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ വില കുറഞ്ഞ പച്ചക്കറികൾ വാങ്ങിയിട്ട് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു പരിപാടിയാണ്.